കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്കായി അയച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം വചനം അവിടുന്ന് നൽകുന്നതിനെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ആത്മാവിനെയും അവിടുന്ന് ഉണർത്തേണമേ. ഞങ്ങളെ അവിടുന്ന് നവീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തളർച്ചകളും അവിടുന്ന് നീക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വലിയ വിടുതലും സൗഖ്യവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ നിന്റെ നാമം ഞങ്ങളേറ്റുപാടുന്നു, നിന്റെ നാമം ഞങ്ങൾക്കെന്നും ആശ്രയം, നിന്റെ നാമം ഞങ്ങളേറ്റുപാടുന്നു, നിന്റെ നാമം ഞങ്ങൾക്കാശ്രയം. എൻ്റെ രക്ഷകാ, എൻ്റെ ദൈവമേ, നിന്റെ ആശ്വാസം ഇന്നേകണേ. രക്ഷകാ, എൻ്റെ ദൈവമേ, നിന്റെ ആശ്വാസം ഇന്നേകണേ. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, ജീവനാ എൻ്റെ ദൈവമേ, എൻ്റെ രക്ഷകാ, എൻ്റെ നാഥനേ, ജീവനാ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ നാമവും നിന്റെ കൃപകളും എന്നുമേകണേ എൻ ദൈവമേ. നിന്റെ നാമവും നിന്റെ കൃപകളും ഉള്ളിലേകണേ എൻ ദൈവമേ. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, സൃഷ്ടിജാലങ്ങൾക്കൊപ്പം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, ദൈവാശ്രയ ബോധത്തോടെയുള്ള പ്രാർത്ഥന കർത്താവ് ക്ഷമിക്കുന്നു. വലിയ വിടുതലിനായി, സൗഖ്യത്തിനായി, ആശ്വാസം ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തെ, എന്റെ കുറവുകളെ, എന്റെ മുറിവുകളെ, എന്റെ ദുഃഖങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കുറവുകളെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപമോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വഴി തെളിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഉറക്കെ വിശ്വാസത്തോടെ, വലിയ വിശ്വാസത്തോടെ, ഈശ്വരയോടെ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതി, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുശ്രൂഷകളുടെ സമയത്തും ദൈവവചനം ശ്രവിക്കുമ്പോഴും നമ്മുടെ കർത്താവ് സമീപസ്ഥനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനാകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സാമീപ്യം, കർത്താവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും വിധം നമ്മുടെ ജീവിതത്തെ തയ്യാറാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിവിധ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവും. സമതല പ്രദേശങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഉയർന്ന മലനിരകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവും. നാം എവിടേക്ക് പോകുമ്പോഴും അവിടെ എത്താൻ തുറസായ വഴിയുണ്ടാവുക, മാർഗമുണ്ടാകുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ നമ്മുടെ ദൈവം നമുക്ക് അനുഭവവേദ്യമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടത്തേക്കായി വഴി തുറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇഹലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സമീപസ്ഥനാകാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തവനാണ് നമ്മുടെ ദൈവം. പക്ഷെ ഇന്നും നമ്മുടെ ഭാരതത്തിൽ 3% താഴെ മാത്രമേ ഈ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സാമീപ്യം അനുഭവിക്കാനുള്ള തുടക്കത്തിലേക്ക് എത്തിയ ആളുകൾ അനേകരുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി മനസ്സ് പതുക്കെ തുറന്നു കൊടുക്കുന്ന അവസ്ഥയിലാണ്. ഏതായാലും കർത്താവ് എനിക്കും നിങ്ങൾക്കും അനുഭവവേദ്യമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവനായി നമ്മുടെ ജീവിതത്തിലേക്ക് വഴി തുറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രമാത്രം നാം അവിടുത്തേക്കായി വഴി തുറന്ന് കൊടുക്കുന്നുവോ അത്രമാത്രം അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോഴും ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ആത്മശോധന ചെയ്യേണ്ടതുമായ കാര്യം, എത്രമാത്രം എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ
എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്നതിന് വേണ്ടി എന്നെ തന്നെ തുറന്നു കൊടുക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഒരുപക്ഷെ മറ്റു പലരെയും ദൈവത്തെ സ്വീകരിക്കാൻ തക്കവിധം അവരുടെ ജീവിതത്തെ തുറക്കാൻ വേണ്ടി ആഹ്വാനം കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിലും എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ കടന്നു വരാൻ തക്കവിധം വഴിയൊരുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് നാം ആത്മാർത്ഥമായി പരിശോധിക്കണം. ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് മിക്കവാറും കടന്നു വരുന്ന ആളുകളുണ്ടാവാം, ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആളുകളുണ്ടാവാം. ഇവിടെ വന്നാൽ ദൈവത്തിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടും എന്ന് വിശ്വസിച്ചാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയും, ഇവിടെ വന്നാലും എവിടെ പോയാലും നമ്മുടെ ജീവിതത്തിലേക്ക് അവിടത്തേക്ക് വരാൻ തക്കവിധം നമ്മൾ വഴി തുറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. സുവിശേഷത്തിൽ അത്തരത്തിൽ നമ്മൾ അനേകം സന്ദർഭങ്ങൾ കാണുന്നുണ്ട്. ഈശോ എപ്പോഴും യാത്രയിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അവിടുന്ന് എപ്പോഴും യാത്രയിലായിരുന്നു. അത്തരത്തിൽ യാത്രയിലായിരുന്നപ്പോഴൊക്കെ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച അനേകരെ നമുക്ക് കാണാം. പക്ഷേ കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന ആളുകളെയും കാണാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അങ്ങനെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരെ കാണുന്നുണ്ട്. ഒപ്പം തൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കുന്നവരെയും കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 തുടങ്ങിയ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. യേശു വീണ്ടും വഞ്ചിയിൽ മറുകര എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. ഇവിടെ നമ്മൾ കാണുന്നു, ഈ ജായിറോസ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കർത്താവിന് വഴിയൊരുക്കുക. ജായിറോസിനെ സംബന്ധിച്ചിടത്തോളം പലവിധ വഴികളുണ്ടായിരുന്നു തൻ്റെ മകളെ രക്ഷപ്പെടുത്താനായി. പക്ഷേ അതിനുള്ള ഉത്തമമായ മാർഗം യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണെന്ന് ഈ ജായിറോസ് അറിഞ്ഞിട്ട് യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുക. നോക്കിക്കേ, ഇവിടെ എന്താ ജായിറോസ് ചെയ്യുന്നത്? തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ യേശുവിന് ജായിറോസ് വഴിയൊരുക്കുകയാണ്. ആ കുടുംബത്തിലെ എല്ലാവരും കൂടെ അല്ല വന്നത്. ആ കുടുംബത്തിലെ ഒരാളാണ് വരുന്നത്. പക്ഷേ കർത്താവിന് തൻ്റെ കുടുംബത്തിലേക്ക് വരാനുള്ള വഴി അയാൾ ഒരുക്കുക. നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കുടുംബനാഥയായിരിക്കാം വന്നിരിക്കുന്നത്, ചിലപ്പോൾ കുടുംബനാഥനാവാം, ചിലപ്പം മകനായിരിക്കാം, മകളായിരിക്കാം, ചിലപ്പം കുടുംബം ഒന്നിച്ചു വന്നിട്ടുണ്ടാവാം. കുടുംബത്തെ പ്രതിനിധീകരിച്ച് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ, രണ്ടുപേര് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് വഴിയൊരുക്കാൻ പറ്റും. നമ്മൾ കാണുന്നു, ഈ ജായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ഇന്ന് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇതിനു വേണ്ടിയാ, എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു പോകാനല്ല. അതിനപ്പുറത്ത്, കർത്താവേ, എൻ്റെ ഭവനത്തിലേക്ക് നീ വരണമേ, എൻ്റെ ഭവനത്തിലേക്ക് വരണമേ. കർത്താവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട് ആകമാനം മാറുമെന്നുള്ളതാണ്. അതിന് നല്ല ഒരു മാർഗദർശകമായ കാര്യം
ഈ ഭൂമിയിലേക്ക് കർത്താവ് മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഇഹലോകം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അപ്പൊ ലോകത്തെ രക്ഷിക്കാൻ, മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ യേശു മനുഷ്യനായി പിറന്നപ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് ലോകം വരുന്നു. അതിനുള്ള മാർഗം തെളിക്കപ്പെട്ടു എന്നുള്ളതാണ്. യേശുവിനെ പറ്റി പറയുന്നത് തന്നെ എന്താണ്? അവൻ രക്ഷകനാണെന്ന്. അവൻ രക്ഷകനാണ്. ഈ ഒരു ക്രിസ്മസ് നാളിൽ നമ്മൾ അനുസ്മരിക്കുന്നത് അത് തന്നെയാണല്ലോ. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അപ്പോൾ നിന്റെ കുടുംബത്തിൻ്റെയും രക്ഷകൻ യേശുവാണ്. നിന്റെ കുടുംബത്തിൻ്റെ രക്ഷകൻ യേശുവാണ്. ഈ ലോകത്തിൻ്റെ രക്ഷകനായി അവിടുന്ന് ദൈവ നിശ്ചയപ്രകാരം അവതാരം ചെയ്തെങ്കിൽ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറുന്നത് നിന്റെ കുടുംബത്തിൻ്റെ രക്ഷകനായി അവിടുന്ന് മാറുമ്പോഴാണ്. നമ്മൾ വഴിവക്കത്ത് പല ഹോട്ടലുകൾ കാണുന്നുണ്ട്. വിവിധ രുചികളിൽ വിവിധ രീതികളിലുള്ള ഭക്ഷണം അവിടെ ക്രമീകരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാക്കുന്ന ആ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നുമില്ല. നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത് നിങ്ങൾ ആ ഹോട്ടലിൽ പോയി ആ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഇതുപോലെ തന്നെയാണ് രക്ഷകനായി യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നെങ്കിലും നിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവൻ രക്ഷകനായി മാറണമെന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക് അവൻ വരണം. ഇത് പ്രധാനപ്പെട്ടതാ. വലതുകരം ഉയർത്തി ഒന്നിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കാണുന്നത്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ജായിറോസ് തൻ്റെ കുടുംബത്തിലേക്ക് യേശുവിനെ വിളിക്കുന്നതാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തമ്പുരാന്റെ കാൽക്കൽ വീണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുമ്പിൽ യാചന നടത്തി അഭ്യർത്ഥിക്കാൻ പറ്റണം. കർത്താവേ, എൻ്റെ ഭവനത്തിലേക്ക് നീ വരണമേ. ഇവിടെ ഇരിക്കുന്ന നല്ല ശതമാനം ആളുകളെങ്കിലും ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനാ നിയോഗം വെച്ചുകൂടിയായിരിക്കാം വന്നിട്ടുള്ളത്. പക്ഷെ കർത്താവിനോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജായിറോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു തുടക്കത്തിൽ തന്നെ, നീ ഭവനത്തിലോട്ടൊന്നും വരണ്ട. പക്ഷെ ഭവനത്തിലേക്ക് ക്ഷണിക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും ഓരോ അപ്പന്മാരും ഓരോ ദൈവമകനും മകളും നിന്റെ കുടുംബത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കണം. കർത്താവേ, നീ എൻ്റെ കുടുംബത്തിൽ വരണം. ഈ ജായിറോസ് അതാ ചെയ്തത്. എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. യേശു അവൻ്റെ കൂടെ പോയി. നമുക്കറിയാം, ഈ ഭാരതത്തിൽ മാർപ്പാപ്പ വരാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി വരെ ക്ഷണം കൊടുത്തിട്ടുണ്ട് മാർപ്പാപ്പയ്ക്ക്. പക്ഷെ ഇപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യം, മാർപ്പാപ്പയ്ക്ക് ഈ വർഷവും വരാൻ പറ്റുകയില്ല എന്നാണ്. കാരണം നമ്മുടെ കർത്താവ് മനുഷ്യനായി അവതാരം ചെയ്തതിൻ്റെ ജൂബിലിയാണ്. അതുകൊണ്ട് ജൂബിലിയോട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ട് മാർപ്പാപ്പയ്ക്ക് ഭാരതത്തിലേക്ക് ഈ വർഷം വരാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, കർത്താവിനെ ഈ ജായിറോസ് വിളിച്ചപ്പോ അന്നേരം തന്നെ എഴുന്നേറ്റ് അവന്റെ ഭവനത്തിലേക്ക് പോവുകയാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പെട്ടെന്ന് ഒരു ക്ഷണമൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല, മാർപ്പാപ്പയ്ക്ക് പോലും പറ്റുകയില്ല. പക്ഷേ കർത്താവിന് നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ നീ വഴിയൊരുക്കുക എന്നത് പ്രധാനപ്പെട്ടതാ. നോക്കിക്കേ, ഇങ്ങനെ കർത്താവ് ഈ ജായിറോസിന്റെ ഭവനത്തിലേക്ക് പോകാൻ സന്നദ്ധനായി പോകുമ്പോൾ വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും
അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ രണ്ടാമതൊന്ന് കാണുന്നത് തൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുന്ന ഒരാളെ. രണ്ട് തരത്തിലുള്ള ക്ഷണമാണ്. ഒന്ന്, ജായറോസ് തൻ്റെ കുടുംബത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്നു. ഈ രക്തസ്രാവക്കാരി സ്ത്രീ തൻ്റെ ജീവിതത്തിലേക്ക് വിശ്വാസം മൂലം കർത്താവിനെ ക്ഷണിക്കുന്നു. ഈ രണ്ടു പേരുടെയും ക്ഷണം കർത്താവ് സ്വീകരിക്കുന്നു എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ രണ്ടുപേരുടെയും ക്ഷണം കർത്താവ് സ്വീകരിക്കുന്നു. ജായറോസ് തൻ്റെ അധരം തുറന്നാണ് കർത്താവിനെ ക്ഷണിക്കുന്നത്. അധരം തുറന്ന് കർത്താവിനെ ക്ഷണിക്കുന്നു. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ കൊച്ചുമോളുടെ മേൽ കൈവച്ച് അവളെ സുഖപ്പെടുത്തണമേ. അധരം തുറന്ന് വാക്കുകൊണ്ട് തൻ്റെ കുടുംബത്തിലേക്ക് വരാൻ ക്ഷണിച്ചു. പക്ഷേ ഈ രക്തസ്രാവക്കാരി സ്ത്രീ തൻ്റെ വിശ്വാസം കൊണ്ട് അവനെ ക്ഷണിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഒരാള് തൻ്റെ വായ് തുറന്ന് തൻ്റെ വാക്കുകൾ കൊണ്ട് കർത്താവിനെ ക്ഷണിക്കുന്നെങ്കിൽ, ഒരാള് തൻ്റെ വിശ്വാസം കൊണ്ട് കർത്താവിനെ ക്ഷണിക്കുക. രണ്ടുപേരുടെയും അപേക്ഷ കർത്താവ് ചെവിക്കൊള്ളുന്നു. ജായറോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുന്നു. ഒപ്പം ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നു. നമുക്ക് ഇത് രണ്ടും ഇന്ന് വേണം. നിങ്ങളിവിടെ ഇരുന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് രണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എൻ്റെ ഭവനത്തിലേക്ക് വരണം, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. കർത്താവേ, നീ എൻ്റെ ഭവനത്തിലേക്ക് വരണം, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. കാരണം എന്താ? കർത്താവ് വന്നാലേ പുനഃസൃഷ്ടി നടക്കത്തുള്ളൂ. കർത്താവ് വന്നാലേ പുതുസൃഷ്ടി നടക്കുകയുള്ളൂ. കർത്താവ് എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയൊക്കെ നവീകരിക്കപ്പെടും, പുതു സൃഷ്ടിയായി മാറുമെന്നാണ്. നമ്മളങ്ങനെ സുവിശേഷം വായിക്കുമ്പോൾ ഒത്തിരിയേറെ സന്ദർഭങ്ങൾ കാണുന്നുണ്ട്. കർത്താവ് കടന്നു ചെല്ലുന്നതോടുകൂടെ നവീകരിക്കപ്പെടുന്ന ജീവിതങ്ങൾ, കർത്താവ് കടന്നു ചെല്ലുന്നതോടുകൂടെ പുതു സൃഷ്ടിയായി തീരുന്ന അനുഭവം. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. കാരണം എന്താ? ഞാൻ പുതു സൃഷ്ടിയായി മാറേണ്ടതുണ്ട്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം, ഞാൻ പുതു സൃഷ്ടിയായി മാറേണ്ടതുണ്ട്. നീ എൻ്റെ കുടുംബത്തിലേക്ക് വരണം, കാരണം എൻ്റെ കുടുംബം നവീകരിക്കപ്പെടേണ്ടതായുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം പുതുസൃഷ്ടികളായി മാറിയാലും നിങ്ങൾ ജീവിക്കുന്ന കുടുംബം നവീകരിക്കപ്പെട്ടതല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമല്ല ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഇനിയും നവീകരിക്കപ്പെട്ട കുടുംബത്തിൽ നവീകരിക്കപ്പെടാത്ത നിങ്ങളാ ജീവിക്കുന്നെങ്കിൽ അതും കുഴപ്പമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ള അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റണം. എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണം, മാത്രമല്ല എൻ്റെ കുടുംബത്തിലേക്ക് നീ വരണം. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ ഇടതടവില്ലാത്ത പ്രാർത്ഥന കർത്താവ് ചെവിക്കൊള്ളുക തന്നെ ചെയ്യും. ഇടതടവില്ലാത്ത പ്രാർത്ഥന കർത്താവ് ചെവിക്കൊള്ളുക തന്നെ ചെയ്യും. പക്ഷെ അതിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കർത്താവ് ഉള്ള വഴിയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ഈ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയുടെ ബുദ്ധിമുട്ട് എത്ര വർഷം അവൾ അനുഭവിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. 12 വർഷം. 12 വർഷം. അപ്പൊ ഇപ്പൊ സൗഖ്യം ഉണ്ടായ എന്തുകൊണ്ടാ? കർത്താവിൻ്റെ മാർഗത്തിലേക്ക് അവൾ വന്നു എന്നുള്ളതാണ്.
കർത്താവിൻ്റെ മാർഗത്തിലേക്ക് വന്നു. നമ്മൾ വചനത്തിൻ്റെ ആരംഭത്തിൽ കണ്ടല്ലോ, കർത്താവ് യാത്രയിലാണ്. ഈ കർത്താവിൻ്റെ മാർഗത്തിലേക്ക് ഈ സ്ത്രീ വന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ കടാക്ഷം അവക്കുണ്ടാകുന്നത്. കർത്താവിൻ്റെ മാർഗത്തിൽ വരിക. ഈ ആദ്യ നൂറ്റാണ്ടിലൊക്കെ ഈശോയെ സ്വീകരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറഞ്ഞിരുന്നത് നസ്രായന്റെ മാർഗം സ്വീകരിക്കുന്നവരെന്ന്. നസ്രായന്റെ മാർഗം സ്വീകരിക്കുന്നവർ. അതുകൊണ്ട് നമ്മളെ പ്രത്യേകമായിട്ട് വിളിച്ചിരുന്നത് മാർഗവാസികളെന്നാണ്. മാർഗവാസികൾ. നമ്മൾ ചിലപ്പോൾ ചിലരെ കളിയാക്കാൻ വേണ്ടി മാർഗവാസി എന്ന് വിളിക്കും. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പേരാണ്, ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന പേരാണ് മാർഗവാസികൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വഴിയിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ വഴിയിൽ വസിക്കുന്നവർ. ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ 12 വർഷമായി ഈ രോഗാവസ്ഥയിലൂടെ കഷ്ടതയിലൂടെ പോയതാണ്. പക്ഷേ അവൾക്കൊരിക്കലും കർത്താവിൻ്റെ മാർഗത്തിൽ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് വർഷങ്ങളായി നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നമ്മൾ പല മാർഗത്തിലും പോകുന്നുണ്ട്, കർത്താവിന്റെ മാർഗത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാ. ഉറക്കെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, സ്തുതി, ആരാധന. കർത്താവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, സ്തുതി, സ്തുതി. വിശ്വസിച്ച് സ്തുതിക്കാം, വിശ്വസിച്ച് സ്തുതിക്കാം. വചനത്തിന്റെ വലിയ ശക്തി നമ്മിൽ പ്രകടമാകാൻ വിശ്വസിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ വലിയ വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിന് വിടുതൽ നൽകണമേ, കുടുംബത്തിന് വിടുതൽ നൽകണമേ, മക്കൾക്ക് വിടുതൽ നൽകണമേ, ജീവിത പങ്കാളിക്ക് വിടുതൽ നൽകണമേ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, സ്തുതി, നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ കർത്താവിൻ്റെ മാർഗത്തിലേക്ക് ഈ സ്ത്രീ വന്നപ്പോ അവള് വലിയ വിടുതൽ നേടുകയാണ്. നമുക്കതുകൊണ്ട് 2 വിചാരം മനസ്സിൽ സൂക്ഷിക്കണം. ഒന്ന്, കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബവും മാറിപ്പോകരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല. എനിക്കും പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ല. അങ്ങനെ കർത്താവിൻ്റെ കൃപയിൽ, കർത്താവിൻ്റെ പരിപാലനയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നാം കർത്താവിൻ്റെ മാർഗത്തിൽ തന്നെ ആയിരിക്കണം. കർത്താവിൻ്റെ മാർഗത്തിലായിരിക്കണം. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മാർഗത്തിൽ ആയിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സംവിധാനമാണ് സഭയെന്ന് പറയും. നാം ദൈവത്തിൻ്റെ വഴിയിലായിരിക്കാൻ ദൈവം തന്നെ, കർത്താവ് തന്നെ നമുക്ക് വേണ്ടി സ്ഥാപിച്ചതാ സഭ എന്ന് പറയുന്നു. പൗലോസ്ലീഹ പഠിപ്പിക്കും, സഭയെന്ന് പറഞ്ഞാൽ അത് കർത്താവിൻ്റെ ശരീരമാണ്. അപ്പൊ സഭ നമ്മെ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ എപ്പോഴും സഹായിക്കുന്ന ദൈവിക സംവിധാനമാണ്. നിങ്ങളിവിടെ വന്നിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ ഇടവകയോട്, നിങ്ങളായിരിക്കുന്ന ആ സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാകണം. ഇങ്ങനെയുള്ള ആത്മീയമായ നവീകരണമൊക്കെ സ്ഥിര സംവിധാനമായ നമ്മുടെ ഇടവകയോട്, സഭയോട് ചേർന്ന് നിൽക്കാൻ നമ്മെ സഹായിക്കുന്നതാവണം. കാരണം നമ്മെ കർത്താവിൻ്റെ മാർഗത്തിൽ നിരന്തരം വഴി നടത്താനുള്ള അവിടുത്തെ തന്നെ സംവിധാനമാണ് സഭ. ആ സഭയുടെ കടമയാണ് ഈ മക്കൾ നിരന്തരം
കർത്താവിൻ്റെ വഴിയിലായിരിക്കാൻ വചനം കൊടുക്കുക, കൂദാശകൾ കൊടുക്കുക എന്നതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാ. ദൈവം നമുക്കായി സഭയിലൂടെ നൽകുന്ന ദൈവവചനം സ്വീകരിക്കുക, ഒപ്പം അവിടുന്ന് നമുക്കായി നൽകുന്ന കൂദാശകൾ സ്വീകരിക്കുക. ഇത് നിത്യം കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. ഞാനിത് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, യുവജനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചന നടത്തണമെന്ന് പറയും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പല വഴിക്കും പോകുന്നുണ്ട്, പല വഴിക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അവര് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ലാത്തൊരു വഴിയുണ്ട്. അത് കർത്താവിൻ്റെ വഴിയാണ്, നസ്രായൻ്റെ വഴിയാണ്. നമ്മുടെ പൂർവികർ നമ്മെ പരിചയപ്പെടുത്തിയ വഴിയാ. ഈ വഴിയെ പോയാൽ നിനക്ക് തെറ്റില്ല. കടന്നുപോയ ദിവസം ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. ഒരമ്മയും മകളും കൂടാ വന്നത്. അപ്പൊ ഈ അമ്മ മകളുടെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അമ്മ പറഞ്ഞത് ഇതാണ്: അച്ഛാ, ഇവളെ വഴിതെറ്റിക്കുന്നത് മുഴുവൻ ഈ ഫോണാണ്. ഈ ഫോണുള്ളത് കൊണ്ടാണ് ഇവള് വേണ്ടാത്ത ബന്ധത്തിലേക്ക് പോയത്, അത് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ ആ കുടുംബനാഥയോട് പറഞ്ഞു, ഈ ഫോൺ കയ്യിലുള്ള എല്ലാവരും വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ അവരോട് ചോദിച്ചതാ, ഈ ഫോൺ കയ്യിലുള്ള യുവജനങ്ങളെല്ലാം, പെൺകുട്ടികളെല്ലാം വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്നുണ്ടോ? അവർ പറഞ്ഞ ഇല്ല. അപ്പൊ ഈ ഫോണാണോ കുഴപ്പം? നമ്മുടെ മക്കൾ നിരന്തരം വ്യാപരിക്കേണ്ട കർത്താവിൻ്റെ വഴിയിലാണെങ്കിൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഉപയോഗിക്കേണ്ട രീതിയിൽ ഫോൺ ഉപയോഗിച്ചോളും. അതിനുള്ള ജ്ഞാനം ആ കുഞ്ഞിന് കിട്ടും. നിങ്ങളൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് ജീവിച്ചതുപോലെയുള്ള ഒരു അവസ്ഥയാണോ ഇന്ന്? അല്ല. അന്ന് ഉപയോഗിച്ച സാധനങ്ങൾ ഒക്കെയാണോ ഇന്നും ഉപയോഗിക്കുന്നത്? എല്ലാം മാറി. പക്ഷെ വേണ്ടതുപോലെ ഓരോന്നും ഉപയോഗിക്കാൻ നമുക്കറിയാം. അതിന് ജ്ഞാനം കിട്ടണം. അത് എവിടുന്നാണ് കിട്ടുന്നത്? അത് ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. അറിവ് കിട്ടിയാൽ പോരാ. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല ശാസ്ത്രങ്ങളും പഠിക്കുമ്പോൾ അവർക്ക് അറിവ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ഉപയോഗിച്ച് അവർ മുമ്പോട്ട് പോകുമ്പോൾ ഉത്തമമായ തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കുന്നത് ജ്ഞാനമാണ്. അത് ദൈവം കൊടുക്കുന്നതാ, പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാ. പക്ഷെ അതിന് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ നസ്രായന്റെ മാർഗത്തിലായിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോ വഴിവിട്ട ബന്ധത്തിലൂടെ പോകുന്ന കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവാം. ലഹരിയുടെ വഴിയിലൂടെ പോകുന്ന ആമക്കൾ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവാം. കുടുംബനാഥന്റെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് വിഷമിച്ച് ആ ജീവിതത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കള്, അമ്മമാരൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ എവിടെ ജീവിക്കുമ്പോഴും നസ്രായന്റെ കൈക്ക് പിടിച്ചാ നാം പോകുന്നെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാവില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീഴ്ചയുണ്ടാവില്ല. അവര് എവിടെയും പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എവിടെ പോയാലും ഒരു കുഴപ്പമില്ല. നമുക്കൊക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്നിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ വഴിയിലാക്കുക. കാരണം എന്നാ? കർത്താവ് അവിടുത്തെ കൃപ കൊടുക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിരന്തരം കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ കർത്താവിൻ്റെ വഴിയിലായിരിക്കണം. നാം തന്നെയും കർത്താവിൻ്റെ വഴിയിൽ വ്യാപരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ വഴിയിൽ വ്യാപരിച്ചാൽ നമുക്ക് അരുതാത്ത ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞാനിത് പറയുമ്പോൾ ഞാൻ പണ്ട്
ചങ്ങനാശ്ശേരി പള്ളിയിൽ ശുശ്രൂഷ ചെയ്ത കാലം ഓർക്കും. 1992 അന്നൊക്കെ ഈ ചങ്ങനാശ്ശേരി ചന്തയൊക്കെ അറിയപ്പെടുന്ന ചന്തയാണ്. കിഴക്കോട്ടുള്ള സാധനങ്ങളൊക്കെ പോകുന്ന ചങ്ങനാശ്ശേരി ചന്തയെന്നാണ്. ഇന്ന് അത്രയൊന്നും പ്രസക്തി ചങ്ങനാശ്ശേരി മാർക്കറ്റിനില്ല. അന്ന് ഈ മെത്രാപ്പോലിത്തൻ പള്ളിയിൽ ഈ ചന്തയിൽ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാർ ഒക്കെ കുർബാനയ്ക്ക് വരും. ഞാൻ അവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ജുബായൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ നേരിയതൊക്കെ ഇട്ട് വരുന്ന പുരുഷന്മാർ കുർബാനയ്ക്കൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ കര ഉയർത്തി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അവർ ഇങ്ങനെ കരമൊക്കെ ഉയർത്തി നിൽക്കും. അത് കഴിഞ്ഞിട്ട് മുട്ടുകുത്തി അൾത്താരെങ്കിൽ വന്ന് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി കണ്ണ് നിറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്നെല്ലാം മനുഷ്യരാണ്. പക്ഷേ അതിനടുത്ത നാളുകളിലൊക്കെ ഞാൻ ഈ ആളുകൾ ബിസിനസ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അവരുടെ കടകളിലേക്ക്, അവരുടെ മാർക്കറ്റുകളിലേക്ക് ഒക്കെ പോയിട്ടുണ്ട്. അവരിടപെടുന്ന രംഗങ്ങളിലേക്ക് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ ആൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി കരം പിരിച്ച് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ നല്ല പുളിച്ച തെറി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാൾക്ക് കിട്ടേണ്ട 2 രൂപയെ പ്രതി നല്ല തെറി. തൻ്റെ സാധനം വിറ്റുപോകാൻ വേണ്ടി മൂത്ത കള്ളം പറയുന്ന ആളുകളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വഴിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നസ്രായന്റെ വഴിയിലാണ് എന്നുവെങ്കിൽ അവന് കർത്താവിന് ചേരാത്തത് ചെയ്യാൻ പറ്റുകയില്ല. കർത്താവിന് ചേരാത്ത ഒരു ബന്ധത്തിലേക്ക്, പരിചയത്തിലേക്ക് പോകാൻ പറ്റുകയില്ല. കർത്താവിന് ഇഷ്ടപ്പെടാത്തത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കർത്താവിന് ഇഷ്ടപ്പെടാത്ത സംസാരത്തിലേക്ക് പോകാൻ പറ്റുകയില്ല. നിങ്ങൾക്കും പറ്റുകയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പുണ്യപ്പെട്ട ആളാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ വേറെ ആളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഇതാ. അവൻ പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുന്ന ആളാന്നേ. പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുന്ന ആളാ, വചനം വായിക്കുന്നയാളാ, അവൻ യുവജനങ്ങളുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നയാളാ, പലതിനും നേതൃത്വം കൊടുക്കുന്നയാളാ. പക്ഷേ അവൻ അവന്റെ കൂട്ടുകാരിലേക്ക് പോകുമ്പോ അരുതാത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമാ. അവൻ നസ്രായന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയി. ഇപ്പൊ നസ്രായന്റെ വഴിയിൽ, കർത്താവിന്റെ വഴിയിൽ ചരിക്കുന്ന ഒരാൾക്കും കർത്താവിന് നിരക്കാത്തത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയിലേക്കും കടന്നു വരാനുള്ള വഴിയെന്ന് പറയുന്നത് നീ അവന്റെ മാർഗത്തിലായിരിക്കുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ വഴിയിലാണെന്ന് പറയാൻ പറ്റണം. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരാളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് സക്കേവൂസിനെയാണ്. ഈശോ ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന് പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഈശോ ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ചുങ്കക്കാരനാ. ഈ മാറ്റം എന്തുകൊണ്ടാ സക്കേവൂസിന് വന്നത്? അവൻ കർത്താവിൻ്റെ വഴിയിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ നോക്കിക്കേ, ഈ സക്കേവൂസ് കർത്താവിന്റെ വഴിയിൽ വ്യാപരിക്കാൻ തുടങ്ങിയതോടുകൂടി മാറ്റം ഉണ്ടായി. കർത്താവിന്റെ വഴിയിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ അരുതാത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ല.
രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യാൻ പറ്റുകയില്ല. അരുതാത്തതൊന്നും, കർത്താവിന് നിരക്കാത്തതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അയാൾക്ക് വലിയ മാറ്റം ഉണ്ടായി. ഞാൻ ഇനി കർത്താവിൻ്റെ വഴിയിലാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ വഴിയിലാണ്, നസ്രായൻ്റെ വഴിയിലാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അയാൾ വലിയ മാറ്റത്തിലേക്ക് വന്നു. അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞത്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. കണ്ട, രക്ഷകൻ അവിടെ ഉണ്ടെന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന രക്ഷകൻ സക്കേവൂസിന് അന്നാണ് അനുഭവമായെന്നാ. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നെന്നാ. കർത്താവിന്റെ മനുഷ്യാവതാര സമയത്ത് ആ കുടുംബത്തിന് രക്ഷയില്ലായിരുന്നു. പക്ഷേ കർത്താവിന്റെ പാതയിലേക്ക് ആ കുടുംബനാഥൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിനാകമാനം കർത്താവിന്റെ രക്ഷ യാഥാർത്ഥ്യമായി തീരുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയ സഹോദരരെ, ഇത് പ്രധാനപ്പെട്ടതാ. നമ്മുടെ കുടുംബത്തിൽ കർത്താവിന് വഴിയൊരുക്കാൻ നമുക്ക് പറ്റണം. അത് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല എന്നാണ് നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടത്. പിന്നോ മനോഭാവത്തിലുള്ള മാറ്റം, അത് പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനയിൽ നമ്മൾ മാറിയാൽ പോരാ, പിന്നെയോ നമ്മുടെ മനോഭാവത്തിലും മാറ്റം വരുത്തണം. ഇവിടെ സക്കേവൂസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സക്കേവൂസ് പ്രാർത്ഥനാ മനോഭാവം പുലർത്തുന്നുണ്ട്. അതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റം അയാൾ വരുത്തുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വസിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ വസിക്കാൻ പ്രധാനപ്പെട്ടതാ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സക്കേവൂസിന് ഉണ്ടായ ആ ഒരു പരിവർത്തനം, സക്കേവൂസിന്റെ കുടുംബത്തിന് ഉണ്ടായ ആ ഒരു രക്ഷ നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകാൻ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും വരാൻ നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. ഈ സക്കേവൂസിന്റെ ആഗ്രഹം വലുതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മരത്തിന്റെ മണ്ടയ്ക്ക് കയറുന്നത് വഴിയാ. വലിയ ആഗ്രഹമായിരുന്നു. ഉള്ളിൽ അയാൾ തീർച്ചയായും പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ വീട്ടിൽ അവൻ വരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അന്നേരം തന്നെ സക്കേവൂസ് തൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തി. അത് കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പം വിളിച്ചു പറയുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവേ വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവേ വരണമേ, എൻ്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് നീ വരണമേ, എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ ആവശ്യങ്ങളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ എന്നെ ഞാൻ രൂപാന്തരപ്പെടുത്തിക്കൊള്ളാം, നിനക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊള്ളാം, ഞാൻ ഇപ്പം തന്നെ അത് തീരുമാനിക്കുന്നു. അതാ സക്കേവൂസ് പറയുന്ന, അതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചേർന്ന പ്രവൃത്തികൾ ചെയ്യാൻ നിശ്ചയിച്ചു എന്നാ മനുഷ്യൻ. തമ്പുരാന് ചേർന്ന പ്രവൃത്തികൾ മാത്രമേ ചെയ്യൂ എന്ന് നിശ്ചയിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെല്ലാം ഈ ഒരു രൂപീകരണം നമുക്ക് കൊടുക്കാൻ പറ്റണം. ഞാനിവിടെ ഇരിക്കുന്ന അമ്മമാരോട് അപ്പന്മാരോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ കർത്താവിന് നിരക്കുന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് നിശ്ചയിക്കാൻ തക്ക വിധം നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ നിർബന്ധിക്കാൻ, പ്രേരിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലുള്ള പലരെയും പലതിനും നിങ്ങൾ പ്രേരിപ്പിക്കാറുണ്ടല്ലോ. മറ്റു പലരെയും നമ്മൾ പലതിനും പ്രേരിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ, ഭർത്താവിന് ഭാര്യയെ, ഭാര്യയ്ക്ക് ഭർത്താവിനെ, മാതാപിതാക്കൾക്ക് മക്കളെ ദൈവത്തിന് ചേർന്ന പ്രവൃത്തികൾ ചെയ്യാൻ നിർബന്ധിക്കാൻ പറ്റുന്നുണ്ടോ? ചില കുടുംബനാഥകൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എത്ര നിർബന്ധിച്ചാലും പുള്ളി സമ്മതിക്കുകയില്ല, പുള്ളി പോകുന്ന വഴിയല്ലേ പോകത്തുള്ളൂ. അങ്ങനെയുള്ളവരുണ്ടാവാം. പക്ഷെ നിരന്തരമായ സമ്മർദ്ദം
അത് പ്രധാനപ്പെട്ടതാ. ദൈവസന്നിധിയിൽ നമ്മൾ നിർബന്ധം പുലർത്തുന്നില്ലേ? എനിക്കിത് കിട്ടിയേ പറ്റൂ. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ലേ? നീ ഇത് തന്നേ പറ്റൂന്ന്. പക്ഷെ ഈ ഒരു സമ്മർദ്ദം നിന്റെ ജീവിത പങ്കാളിയുടെ മേൽ പുലർത്തുന്നുണ്ടോ? നീ മക്കളുടെ മേൽ ചെലുത്തുന്നുണ്ടോ? അതായത് നന്മയിൽ നിലനിൽക്കാനുള്ള ഒരു സമ്മർദ്ദം. നമ്മുടെ കുടുംബത്തിലെ ഒരംഗം ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ? അടുത്തയിടെ ആലപ്പുഴയിലുണ്ടായ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. കൃത്യമായി ഞാൻ പറയുന്നില്ല എന്നുള്ളത്. എൻ്റെ ഭാര്യയോ എൻ്റെ ഭർത്താവോ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്തു എന്ന് ഞാൻ അറിയുമ്പോൾ ഞാൻ അതിന് ഒത്താശ ചെയ്യരുത്. പിന്നെന്ത് ചെയ്യണം? അത് ശരിയല്ല എന്ന് പറയണം. എൻ്റെ മകനോ മകളോ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ യോഹന്നാൻ മാംദാനെ പോലെ അവൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സ്വരമാകണം. അത് ശരിയല്ല എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുമ്പോഴാണ്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുമ്പോൾ, എനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നതല്ല, ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി എൻ്റെ ഭർത്താവ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റണം. നമ്മുടെ മക്കളോട് അത് പറയണം. ചിലപ്പോൾ ഈ മാതാപിതാക്കൾ മക്കളെ തിരുത്താതെ പോകുന്നുണ്ട്. എങ്ങനെ ആയാലും കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ, ഞാനായിട്ട് എന്നാത്തിന് മുഷിപ്പ് സമ്പാദിക്കുന്നത്, പോകുന്ന വഴിക്ക് പോട്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നമുക്ക് തെറ്റ് തിരുത്താൻ പറ്റണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ കൊച്ചു പ്രായത്തിൽ നമുക്കങ്ങനെ തിരുത്താൻ പറ്റാതെ പോകുന്നതുകൊണ്ട് തിന്മ അവരുടെ ജീവിതത്തിൽ വളരുന്നുണ്ട്, വേര് പിടിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു ചെടി നമ്മൾ വെച്ച് കഴിയുമ്പോൾ അത് വേര് പിടിച്ചു കഴിയുമ്പോൾ പിന്നെ പറിച്ചു കളയാൻ പറ്റില്ല. വേര് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് പറിച്ചു കളയാം. നമ്മുടെ മകനോ മകളോ ജീവിത പങ്കാളിയോ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നു എന്ന് നിങ്ങളുടെ അറിവിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്കത് പറിച്ചു കളയാം. വേര് പിടിക്കുന്നതിന് മുമ്പ് പറിച്ചു കളയാം. വേര് പിടിച്ചു കഴിഞ്ഞാൽ പറ്റിയല്ല, പിന്നെ മരം വെട്ടിക്കളയാൻ പറ്റത്തുള്ളൂ. നമ്മളെ വീട്ടിൽ വെക്കുന്ന ഒരു വൃക്ഷത്തൈ, അത് വെക്കുന്ന സമയത്ത് ചെരിഞ്ഞ നിൽക്കുന്നെന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് നേരെയാകാം. പക്ഷേ ആ വൃക്ഷത്തൈ മരമായി കഴിഞ്ഞാൽ ചെരിഞ്ഞ എന്നാ ചെയ്യും? നേരെയാക്കാൻ പറ്റുമോ? അതാ തിന്മയിൽ അടിയുറച്ച കുടുംബനാഥയെ, മകനെ മകളെ നേരെയാക്കാൻ പറ്റത്തില്ല. പിന്നെ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മരം ഒടിയത്തേ ഉള്ളൂ. പക്ഷെ ഈ വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെരിഞ്ഞ പോണെന്ന് കണ്ട അത് നേരെയാക്കാം. ചില മാതാപിതാക്കൾ തിരുത്തുകയില്ല. ദൈവത്തിന് നിരക്കാത്ത വഴിയിലേക്ക് മകനോ മകളോ പോകുമ്പോൾ താക്കീത് കൊടുക്കണം. അത് ശരിയല്ല എന്ന് പറയണം. ഞാൻ എൻ്റെ പള്ളിയിൽ എൻ്റെ യുവജനങ്ങളോട് ഇന്നലെ അങ്ങനെ ഒന്ന് പറഞ്ഞു. അരുതാത്തത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ താക്കീത് തരികയാണ്, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും മടിക്കും. അവരെന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും? ഒന്നും വിചാരിക്കണ്ട. എന്തു വിചാരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഈ അപ്പനമ്മമാര് മക്കൾക്ക് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് താക്കീത് കൊടുക്കണം. ജീവിത പങ്കാളിക്ക് താക്കീത് കൊടുക്കണം. ദൈവത്തിൻ്റെ സ്വരമായി നിങ്ങൾ അവരുടെ മുമ്പിൽ മാറണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ തിരുത്തൽ ശക്തിയായി നമ്മൾ മാറണം എന്നാണ്. പക്ഷെ അത് പറയാനുള്ള ധാർമ്മിക ശക്തി നമുക്കുണ്ടോന്ന് ചിന്തിക്കണം കേട്ടോ. ഈ മകനോട് ഇത് പാടില്ല എന്ന് പറയുന്ന അപ്പം തന്നെ ഈ പണി ചെയ്തിട്ട് അവിടെ തിരുത്താൻ പറ്റുകയില്ല. മകനെയും മകളെയും തിരുത്താനുള്ള ധാർമ്മിക ശക്തി നമുക്ക് ഇല്ല എങ്കിൽ നമ്മൾ തിരുത്താൻ പോകരുത്. മിണ്ടാതെ അങ്ങ് പോയാൽ മതി. കാരണം അവൻ തിരിഞ്ഞു ചോദിക്കും, പപ്പ എന്നെ കാണിക്കുന്നെന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്വരമായി നമ്മുടെ കുടുംബത്തിലെ തിരുത്തൽ ശക്തിയായി നിലകൊള്ളണം. എവിടെയാണോ നമ്മുടെ മകനോ മകളോ കുടുംബനാഥനോ തമ്പുരാന് നിരക്കാത്തത് ചെയ്യുന്നത്, അവിടെ പറയണത് ഇത് ശരിയല്ല, നിങ്ങൾ ആവർത്തിക്കരുത്. ഏതൊക്കെ വഴിയിലൊക്കെ ആ ആളെ തിരുത്താമോ ആ വഴിയിലൊക്കെ തിരുത്തണം.
ചിലപ്പോൾ ഭർത്താവാണ് അങ്ങനെ തമ്പുരാന് നിരക്കാത്തത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ രഹസ്യമായി അത് തിരുത്തണം, പരസ്യമായിട്ട് ചെയ്യരുത്. കുടുംബനാഥകൾ ഓർക്കണം, ചിലപ്പോഴൊക്കെ അപക്വമായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് പറയുകയും തിരുത്താൻ നോക്കുകയും ചെയ്യും. അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ മാത്രമായിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ അത് വെട്ടു കേട്ടോ, നിങ്ങളിനി അത് ചെയ്യരുത്, ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത്, ആ വഴി ആവർത്തിക്കരുതെന്ന് പറയണേ. അതെന്തും ആകാം. തമ്പുരാന് നിരക്കാത്ത വഴിയിലൂടെ നിന്റെ ഭർത്താവ്, നിന്റെ മകൻ, നിന്റെ മകള് പോകുന്നു എന്ന് കാണുന്ന നിമിഷം തന്നെ അവർക്ക് പ്രാർത്ഥനാപൂർവം സ്നേഹപൂർവം താക്കീത് കൊടുക്കണം. ഇത് പാടില്ല എന്ന് പറയണം. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇത് ചെയ്യണം, തുടക്കത്തിൽ തന്നെ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ തിരുത്തൽ ശക്തിയായി, ദൈവത്തിൻ്റെ സ്വരമായി നമുക്ക് നിലകൊള്ളാൻ പറ്റണം. നമ്മൾ കണ്ടതുപോലെ വചനത്തിൽ മനസ്സിലാക്കുന്നത് പോലെ യോഹന്നാൻ മാംദാന അങ്ങനെ വിളിച്ചു പറഞ്ഞു. വലിയ മാറ്റത്തിലേക്ക് ആ പ്രസംഗം അനേകരെ നയിച്ചു എന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതം വെല്ലുവിളിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ജീവിതം ബലി കൊടുക്കേണ്ടി വന്നു, ശരിയാ. പക്ഷേ ദൈവത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു, ദൈവത്തിൻ്റെ സ്വരം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തമ്പുരാൻ്റെ സ്വരമായി നമുക്ക് നിൽക്കാൻ പറ്റണം. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. അങ്ങനെ പറ്റുമോ? എൻ്റെ കുടുംബത്തിൽ കർത്താവിന് വേണ്ടി സംസാരിക്കുന്ന ആളായിരിക്കും ഞാൻ, പിശാചിന് വേണ്ടിയല്ല. എൻ്റെ കുടുംബത്തിൽ കർത്താവിന് വേണ്ടി സംസാരിക്കുന്ന ആളായിരിക്കും ഞാൻ. എൻ്റെ മകനോട്, എൻ്റെ മകളോട്, എൻ്റെ ഭർത്താവിനോട് ഞാൻ അത് പറയും, അരുതെന്ന് പറയും. ഇന്ന് അരുതെന്ന് പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് പല തിന്മകളിലും, കർത്താവിന് നിരക്കാത്ത പല പ്രവൃത്തികളിലും പലരും പോകുന്നത്. അരുതെന്ന് പറയാൻ പറ്റുന്നില്ല. പള്ളി പോലും അച്ഛന്മാർ പോലും പറയുന്നില്ല. ഞാനായിട്ട് എന്നാത്തിനകത്ത് പൊതുവെ പറയേണ്ടത് പോലും പറയില്ല. അരുതെന്ന് പറയുന്നത് തീർച്ചയായും നമുക്കറിയാം നന്മയ്ക്ക് വേണ്ടിയാ. അരുതേ എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയാ, ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് അരുതെന്ന് പറയാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത് പാടില്ല എന്നത് തീർച്ചയായും നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സ്വരമായി, തിരുത്തൽ ശക്തിയായി നമുക്ക് വരാനായിട്ട് ഇടയാവട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് അനുവദിച്ചിരുന്ന സമയം 12 മണി വരെയാണ്. കൃത്യസമയം ഞാൻ പാലിക്കുന്നു. തുടർന്നും നിങ്ങൾക്ക് ശുശ്രൂഷകളുണ്ട്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥനയിലേക്ക് വരാം. അതിനുശേഷമുള്ള ശുശ്രൂഷയിൽ നമുക്ക് ഉണർവോടുകൂടെ പങ്കെടുക്കുന്നതിന് ശ്രദ്ധിക്കാം. നമ്മെ തന്നെ കർത്താവിൻ്റെ മുൻപിൽ കൊടുക്കാം. കർത്താവിൻ്റെ വഴിയിലാകാനുള്ള വലിയ ആഗ്രഹം നമുക്ക് പ്രകടമാക്കാം. കർത്താവെ, വലിയ കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, വചനത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ നിന്നെ സ്വീകരിക്കണമെന്ന്, ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഞങ്ങളുടെ ജീവിതത്തിലേക്കും നിനക്കായി വഴിയൊരുക്കാൻ ഞങ്ങൾക്ക് കഴിയണമെന്ന് മനസ്സിലായി. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിനക്കായി വഴിയൊരുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് നീ വരാൻ വേണ്ടി വഴിയൊരുക്കിയ യോഹന്നാൻ മാംദാനെ ഞങ്ങൾ കാണും. അതുപോലെ നിരന്തരം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളിലേക്ക് നീ വരാൻ തക്കവിധം ഞങ്ങളെ തന്നെ ഒരുക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. വചനത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ, വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും അവിടുത്തെ സ്വാഗതം ചെയ്ത, അവിടുത്തേക്കായി ഒരുക്കം നടത്തിയ ആളുകളെ, രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവെ അങ്ങയുടെ വഴിയിലേക്ക് വന്നപ്പോഴാണ്, അങ്ങയുടെ മാർഗത്തിലേക്ക് വന്നപ്പോഴാണ് അവിടുത്തെ വലിയ അനുഭവം അവൾക്ക് ലഭിച്ചത്. പലപ്പോഴും ഞങ്ങളുടെ കുടുംബം നിന്റെ മാർഗത്തിലല്ല. നിന്റെ മാർഗത്തിലേക്ക് വന്നാൽ നീ തീർച്ചയായും ഞങ്ങളെ കാണും, നിന്റെ കടാക്ഷം ഞങ്ങൾക്ക് ലഭിക്കും. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ മാർഗത്തിലല്ലാതെ പോകുന്നു. ഞങ്ങളുടെ മാർഗത്തിലാണ്. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പലതും പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയാണ്.
കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾക്ക് ഒറ്റ വഴിയേ ആകാവൂ, അത് അങ്ങാണ്. അങ്ങ് മാത്രമേ ആകാവൂ. അവിടുത്തെ വഴിയിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന എല്ലാ ദാനങ്ങളും ഞങ്ങൾക്ക് നഷ്ടമാകുമെന്ന് മനസ്സിലാക്കുന്നു. കർത്താവെ, വലിയ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. നമുക്ക് കരമൊയ്ത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതി, ആരാധന. കർത്താവെ, നിന്നെ സ്തുതിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. കുറവുകളെ പരിഹരിക്കണമേ, മുറിവുകൾ ഉണക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണം, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. കർത്താവെ, അവിടുത്തെ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങേ വഴിയിലേക്ക് കൊണ്ടുവരണം. കർത്താവെ, അവിടുത്തെ വചനത്തിലേക്ക് കൊണ്ടുവരണം, അവിടുത്തെ കൂദാശകളിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, സ്തുതി, ആരാധന. ഹല്ലേലൂയ.